ഹായ് ഹലോ എല്ലാവർക്കും എംസ കിച്ചൺ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഒരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രോൺസ് വെച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. അതിനായി ആവശ്യത്തിന് പ്രോൺസ് ഞാനൊരു 25 ഒരു മീഡിയം സൈസ് പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കിയ പ്രോൺസിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ആവശ്യത്തിന് മല്ലിച്ചപ്പ് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നീട് കുറച്ച് വിനാഗിരി, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇത് കുറച്ച് പോലും വെള്ളം ചേർക്കാതെ വേണം ഈ മിക്സ് അരച്ചെടുക്കാൻ. വിനാഗിരി മാത്രം ഉപയോഗിച്ചാൽ മതി. വിനാഗിരി അധികമാകാനും പാടില്ല. നമ്മളെടുത്ത എല്ലാ മിക്സും ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പ്രോൺസിലേക്ക് ഈ മിക്സ് ഇട്ട് നന്നായി പുരട്ടി വയ്ക്കാം. കുറച്ച് സമയം പുരട്ടി വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നീട് ഒരു പാൻ എടുത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3-4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ച പ്രോൺസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. Dressed in polka dots, so be a loudmouth Yankee lady, baby, you're just the cowboy that I'm looking for. It's gonna take time to get there, it's gonna take some time, I wanna make it fast. It's gonna take time to get there, it's gonna take some time, you wanna make it last. അല്പസമയത്തിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. പ്രോൺസിന് അധികം വേവില്ലാത്തത് കൊണ്ട് കുറച്ച് സമയം എടുത്താൽ മതി. പിന്നീട് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കാം. 1-ാം പാൽ തന്നെയാണ് ഇതിന് ചേർക്കേണ്ടത്. അവസാനമായി നമുക്കതിലേക്ക് ഒരു പിഞ്ച് ഷുഗർ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഗ്രേവി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. ഈ കറി ഊണിനോടൊപ്പം നല്ല ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഇത് അപ്പത്തിനോടൊപ്പമാണ് കഴിച്ചത്. അപ്പം, ഇടിയപ്പം, ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം. Take some time, I wanna make it fast. It's gonna take time to get there, it's gonna take some time, you wanna make it last. അങ്ങനെ നമ്മുടെ കറിയും അപ്പവും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്തൊരു ഐറ്റവുമായി നമുക്ക് നാളെ കാണാം.